ബടി പോവല്ലേ, ഇങ്ങ് വാ. മെല്ലെ മെല്ലെ മെല്ലെ. അമ്മമ്മ പോവാ പറ. ബാങ്ക് 1 മണി വരെയല്ലേ ഉള്ളൂ. കണ്ണന്റെ അടുത്തേക്കാ പോണെന്നാ വിചാരോ. ഓ ഓ അയ്യോ, ഞാനത് എടുത്തില്ല ചീട്ട്. ഏടെ താക്കോല്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങൾ തിരുവമ്പാടി പോകാൻ വേണ്ടി ഇറങ്ങിയേക്കും കേട്ടോ. എൻ്റെ പല്ല് കാണിക്കണം, പല്ലിന് ചെറിയൊരു വേദനയുണ്ട്. റൂട്ട് കനാൽ ചെയ്താണ്, എന്നാലും അതിനൊരു വേദന. അപ്പോൾ അത് കാണിക്കണം. പിന്നെ അമ്മയ്ക്ക് എന്തോ ബാങ്കിൽ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ തിരുവമ്പാടി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണേ. അപ്പം തോന്നി ഒരു വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ ഒരു വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ആടെ നിന്നാട്ടാ. രണ്ടു മൂന്ന് ദിവസമായി വണ്ടി എടുത്തിട്ട്. സ്കൂട്ടി ഇപ്പുറത്ത് തന്നെയാണല്ലോ. ഇത് താന്നു പോയോ കെട്ടിയത്? മാമി മാമി റെഡി. എല്ലാരും ഇത് താത്തി ഇട്ടത് തന്നെയാണോ? വേണ്ട, ഞാൻ AC ഓഫാക്കി. നമ്മൾ തിരുവമ്പാടി എത്തിയിട്ടോ. അമ്മ ബാങ്കിലേക്ക് പോയി, ഞങ്ങൾ മൂന്നാളും കൂടെ പല്ല് കാണിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇവിടെ നമ്മൾ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പള്ളിക്കുന്നുമ്മിൽ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോക്കാം. ചെന്ന് കയറിയപ്പം തന്നെ അമ്പാടീൻ്റെ പണിക്ക് അമ്പാടി ഒരു മുടക്കം വരുത്തിയിട്ടില്ല കേട്ടോ. അവൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കയറിയിരുന്നോ? വലിയ കുട്ടിയായി. ആ ചേച്ചി എന്തിനാ വിളിക്കുന്നേ? കുട്ടീൻ്റെ പല്ല് കൊണ്ടേ നന്നാക്കട്ടെ. വെള്ളം
അമ്പാടി എണീക്ക് എണീക്ക്. എന്താക്കാണ് കുറുമ്പ് കാട്ടുക? അമ്പാടി ആടുന്ന് ഇങ്ങനെ ഇടങ്ങേറാക്കിയിട്ട് അവർ കൂൾപ്പാറിൽ പോയി കേട്ടോ. അവൻ എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുക്കാൻ, ഇല്ലെങ്കിൽ അവൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കി കൊടുക്കും. ഞാൻ പോയില്ല, എന്നെ വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ടേ എനിക്കുള്ളത് പാഴ്സലാക്കി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ. അത്രയും വലിയ തോട്ടിയൊക്കെ വേണോ? വലിയ മരാ? ഞാനും വരാ. കുറെ കയറ്റ കയറാണ്ടോ? അമ്പാടി കാണണ്ട. ഇന്നും നമ്മൾ പൂച്ചയപ്പം ഉണ്ടാക്കാൻ പോവാണേ, ഇടനയപ്പം. അപ്പോൾ അതിൻ്റെ ഇല പറിക്കണം, ഇടനേൻ്റെ ഇല പറിക്കണമല്ലോ. അത് ഈ കുന്നിൻ്റെ കാടിൻ്റെ മുകളിൽ കയറി പോകണം, പറമ്പിൻ്റെ മുകളിലുള്ള അവിടെ എവിടെയാന്ന് അച്ഛൻ പറഞ്ഞേ. അപ്പോൾ അവിടെ എവിടെയോ ഇപ്പോൾ പറിച്ചിട്ട് വരാം, പോകുമ്പോഴറിയാം അതെവിടെയാന്ന്. അമ്പാടി അടുത്ത റൗണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഓനെ കാണാണ്ട് പോവാ, അല്ലെങ്കിൽ ഓന് മുരണ്ടി വരും. വേഗം വിട്ടച്ചേ. ആ ചെറിയ മരണ്ടോ? മറ്റേതേടി അങ്ങ് മുകളിൽ പോണോ? ഓ ഇതിലൂടെ കേറി. ആ അങ്ങ് മുകളിൽ പോവാണ്ട് ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അച്ഛന്. വേറെ ഒന്ന് നമുക്കത് പോയി നോക്കാം. അമ്പാടി പോകുന്ന ഇപ്പൊ തന്നെ കൊണ്ട് വീണേനെ. ഈ ചക്കയാവാനായില്ല. ഇതെപ്പത്തേക്കാവുക? മഴക്കാലാവുമ്പോഴേക്കും ആവുകയെന്ന് തോന്നുന്നു. അപ്പത്തേക്കും വെള്ളവും കയറും. ഇതിലൂടെ കയറാൻ പറ്റൂലേ? എന്തോ കിളീന്റെ മുട്ട പൊട്ടി വീണിട്ടാ. മുട്ട തോടേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. എൻ്റെ റൂട്ട് കനാൽ ചെയ്തൊരു പല്ലിനൊരു വേദനയുണ്ടേ. അപ്പോൾ അത് ഞാൻ ഇന്ന് കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. റൂട്ട് കനാൽ ചെയ്തിട്ട് ഇപ്പോൾ അധികം ദിവസമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോയപ്പോൾ എൻ്റെ മുകളിൽ വേറെ സൈഡിലുണ്ടായ ഒരു പല്ലിന് ഭയങ്കര വേദന ഉണ്ട്. അത് അവരിങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ അത് കേടാ. അടിച്ചു നോക്കുമ്പോൾ വെള്ളം വെച്ചോ കാറ്റ് വെച്ചോ എന്തോ അടിക്കുന്ന സമയത്ത് ഭയങ്കര പുളിപ്പ്. അപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ ആ പല്ലിൻ്റെ വേദനയായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ താഴെ അനുഭവപ്പെടുന്നത് എന്ന്. അത് ഇവിടെയുള്ള ഞരമ്പിൻ്റെത് എല്ലാ പല്ലിനും ഒരു ഞരമ്പിൻ്റെ കണക്ഷനാണോ അങ്ങനെ എന്തോ പറഞ്ഞേ. അപ്പോൾ ഇനിയിപ്പോൾ ആ പല്ല് പറിക്കണം തോന്നുന്നു. ആ മേളത്തെ പല്ല് നല്ല വേദനയാണ്. എനിക്ക് അവിടെ ആദ്യം നല്ലോണം ബ്രഷ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ അത് വേറൊരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അതിങ്ങനെ അത് എന്തോ അവരെന്തോ വെച്ച് അടച്ച് വന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ പല്ലേക്കാൻ കുഴപ്പമില്ലാണ്ടായി. പക്ഷെ അവിടെ എന്തെങ്കിലും ആവുന്ന സമയത്തൊക്കെ ഭയങ്കര പുളിപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും ആ പല്ല് പറിക്കേണ്ടി വരും. അതിനെന്തോ മോണയിലേക്ക് എന്തോ ഇൻഫെക്ഷനൊക്കെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ്
ഇന്ന് ഡെൻറ്റിസ്റ്റിനെ കാണിക്കാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം. അതിലൂടെ ആ കയ്യാലൊന്നും കയറാൻ പറ്റൂലേ ഇനിയില്ലേ? അപ്പ ചെറുതുണ്ട് തന്നെ. ആ അതാട്ടോ, അപ്പുറത്തുള്ളതിൽ പോയില്ല. അതിലും ഭേദം ഇത് തന്നെയാ. മറ്റേല് പോകുന്നതിനെക്കാട്ടും ഭേദം തന്നെയാണല്ലോ. ഇത് വലിയ മര. അയ്യോ, ഇത് മറ്റേ പുളിയല്ലേ, ചിലിമ്പി പുളി. പുളിയൊക്കെ ഉണ്ടായി വീണോ ഏതാന്ന് തോന്നുന്നു. ഈ മരം അല്ലേനിയോ? ഓ അതാ, ഓ അതാണ് മരം. ഇതല്ല, ഞാൻ വിചാരിച്ചു ഇതാണെന്ന്. ഇത് മറ്റേ ആഞ്ഞിലി ചക്കയല്ലേ? ആഞ്ഞിലി അല്ലേ ഇത്? ആഞ്ഞിലി ചക്കയോ ഇത്? ഈ മരം എന്താ? അതാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതാന്നാ വിചാരിച്ചേ. ഓ അതാണ്. തോട്ടി എത്തൂലേ? ഉള്ള് മടുത്ത്. ഓ ഇതെല്ലാം മുള്ള. ഇവിടെ നിന്ന് എങ്ങാനാണോ രാത്രി പന്നിയൊക്കെ ഇറങ്ങി വരുന്നേ? ആ തോട്ടി എത്തൂലെന്ന് തോന്നുന്നു. കിട്ടുന്ന എടുത്തോളി, കുറച്ചുണ്ടാക്കാം. നിറയെ മുള്ളാണല്ലോ. ഒരു അച്ഛനപ്പുറത്ത് സാധനം ഉണ്ടോ നോക്കാൻ പോവാണേ. എന്നാൽ പിന്നെ ഇതിനകത്ത് വലിഞ്ഞു കയറി ഇടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പറക്കണ്ടല്ലോ. ഓ വിയർത്ത്, എന്തൊരു ചൂടാലേ, എന്തൊരു ചൂടാലേ, ഭയങ്കര ചൂട് തന്നെ ഇപ്രാവശ്യം. ഓ സൂര്യാഘാതമൊക്കെ ഏൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുറേ പേർക്ക്. അമ്മ ഇവിടെ ആണെങ്കിൽ മഴക്കാർ ഇങ്ങനെ മൂടിക്കിടക്കുക. വല്ല ഉപകാരമുണ്ടോ? അതില്ലാനും. മഴ പെയ്യൂല. പെയ്താൽ തന്നെ ഒരു 2-3 മിനിറ്റ് പെയ്തിട്ട് പോകും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു തോന്നുന്നു മഴേൻ്റെത്. ഒരു എത്രയാ 3 മിനിറ്റ് എങ്ങാനും പെയ്തിട്ട് അത് പോയി. അന്ന് രാത്രി ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ചൂടിന്. പക്ഷെ എന്ത് കാര്യം, പിറ്റേ ദിവസം അതിൻ്റെ അപ്പുറത്തെ ചൂടായിട്ട് വന്നില്ലേ. അച്ഛൻ അപ്പുറത്തുണ്ടോ നോക്കാൻ പോയിനെ. അതേടിയാണ് ഉണ്ടോ? അത് കാണുന്ന തന്നെ എല്ലാം തോന്നുന്നു. ഇതെന്തിനാ കവുങ്ങുമ്മൽ ഇങ്ങനെ വെച്ചാവോ? പന്നി വന്നൊന്നും ആക്കാണ്ടിരിക്കാനാണോ? ആർക്കറിയാം. ഇതെന്തിനാ ഈ കവുങ്ങുമ്മൽ ഇങ്ങനെ ഇത് വെച്ചേ? പന്നി ഇതൊക്കെ കുത്തുവോ? തിന്നു ഇത്? എല്ലാത്തുമ്മലും വേണ്ടാന്ന് തോന്നില്ലേ? അത് കാണുമ്പോ അങ്ങ് പോകും തോന്നുന്നു. ഇല്ല, നമുക്ക് ഇവിടെ തന്നെ പറിക്കാം. എടേ
എന്റെ മുഴിഞ്ഞോ ഈ തോട്ടി ഇജ്ജി പിടിക്കുന്ന തോട്ടി മാറ്റി കിടന്നു ഞാനില്ല ഇതല്ല വേണ്ടത് അതൊരു ഞാൻ വിട്ടോ ഞാനും കൊണ്ടുപോയിട്ടാ ഇവിടുന്ന് ഞാനാണ് കൊണ്ടുപോയിട്ടാണ് അറിയാം നല്ല കിട്ടുമ്പോൾ അവിടെ നല്ല കിട്ടുകയാണെങ്കിൽ ഒന്ന് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം അല്ലാതെ ഇന്ത്യ ഇവിടുന്ന് നമുക്ക് ആകെ ഒരു 10-12 ഇലയെ കിട്ടിയുള്ളൂ കേട്ടോ. അങ്ങ് പൊക്കത്തില്ല. പിന്നെ താഴെയുള്ള ഇലയൊന്നും ഒന്നിനും കൊള്ളില്ല. നമുക്ക് മറ്റേ സ്ഥലത്ത് തന്നെ ഉണ്ടോ ഒന്ന് പോയി നോക്കാം. അച്ഛൻ പറഞ്ഞ അവിടെ പോയി നോക്കാം. ആരെ അഥവാ ഇല്ലെങ്കിൽ ഒരു 10-12 എണ്ണെങ്കിലും വേണ്ടേ. ഇവിടെ എല്ലാം മുള്ളാണല്ലോ. ഇപ്പം എല്ലായിടത്തും പാമ്പ് കടി എന്ന് പറയാനേ ഉള്ളൂ. പാമ്പൊന്നും ഉണ്ടാവൂലേക്കൂലേ? നോക്കി നടക്കട്ടെ. പല്ല് പറിക്കേണ്ടി വരുമോ എന്നല്ലേ എനിക്കൊരു പേടി. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കണം ഡോക്ടറെ അടുത്ത്. ആ സമയമായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനും പറ്റില്ല. പിന്നെ പല്ല് പറിക്കണമെന്നുള്ള പേടിയിലായിട്ട്. ഇവിടെയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഒരു തൈ ഉണ്ടായിരുന്നു എന്നാ അച്ഛൻ പറയുന്നു. നമ്മളെ വീട് അതാ കേട്ടോ. ആ തോട്ടി എൻ്റെ ചുണ്ടുമല് വീണ് പൊന്തിയോ ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടോ? ഞാൻ വരട്ടെ. എവിടെ? ഓ അതിനകത്ത് എന്തുണ്ടാക്കാനാ? അതിന് വീതിയൊന്നുമില്ല. ഇതിലൂടെ പോവാ? ഞാൻ ഇറങ്ങാം. രണ്ടാവുന്ന ഇങ്ങനത്തെ വലിയ ഇല ഞാൻ ഇവിടെ പറിക്കല്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ടോ എല്ലാം. അങ്ങനെ ഇല കിട്ടി. ഇനി വേറെ ഇട്ട് പോണ്ട. ഇനി അതിലൂടെ താഴത്തേക്ക് ഇറങ്ങാ. ഒക്കെ പണിയുണ്ട്, വൈകൊക്കെ ഉണ്ട്. നല്ല ഇല കൊതുക് അടിക്കുന്നു. ഒരു 10-20 ഇല കിട്ടിയിട്ടോ. ഇനി നമ്മൾ പോവുക. വേറെ മരമൊന്നും കാണുന്നില്ല. ഉള്ള മരമൊക്കെ മുറിച്ച് കളഞ്ഞ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ മരം ഉണ്ടായിരുന്നു. ഒക്കെ മുറിച്ച് കളഞ്ഞ്. ഒരു പൂച്ചപ്പം തിന്നാനുള്ള ഇടങ്ങേറേ. ഓ ഇല കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഏടം വരെ വന്ന്. ആ മുള്ളുണ്ട്. മഴയൊന്നും പെയ്യും തോന്നുന്നില്ല. ഇത്ര അല്ലയാ കിട്ടിയത്. എത്ര എല്ലാം ഉണ്ടാവും? ഒരു 20 എണ്ണോ? 20 അല്ലാന്ന് തോന്നുന്നു. ആ എന്താ ഇവിടെ വെച്ചിട്ടാവുന്നയാ. ഇനി എല്ലാം നല്ലോണം കഴുകുക. എടനേപ്പം ഉണ്ടാക്കാനായോ?
കുഴച്ചൊക്കെ വെച്ചമ്മ. സൂപ്പർ. ഓ മഴ പെയ്യണ്ടമ്പാടി. മഴ പെയ്യൂല എന്ന് പറഞ്ഞ് രാത്രി കുറച്ച് നേരം ഒരു മഴ പെയ്തിട്ടോ, ഒരു 5-10 മിനിറ്റ് ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെതായ ചെറിയൊരു മാറ്റവും ഉണ്ടായിരുന്നേ, ചൂടിന് ചെറിയൊരു മാറ്റവും ഉണ്ടായിരുന്നു. നമ്മളെ വീഡിയോ കാണുക. അച്ഛൻ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. മഴ നല്ലോണം പെയ്യോ അച്ഛേ? മഴ നല്ലോണം പെയ്യോ? കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ചാർജ് കുറവാണ്. ഇത് ഇൻവേർട്ടറാണ്. ഇവിടെ ഏതാ വീഡിയോ കാണുന്നത്? പൂച്ചപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്. കുളിക്കാൻ അമ്പാടി. ചക്കയോ? എന്താ വേണ്ടേ? നമുക്ക് കുളിക്കുക, അപ്പത്തേക്ക് പൂച്ചപ്പം ആയിക്കോളും. വാ കുളിക്കാൻ പോവാ. വാ വാ. എവിടെയാ കുളിക്കാൻ പോവുക? വാ. ടർക്കി എടുത്തു കുട്ടീൻ്റെ. എന്തേ പായോ? ഓ ദിനോസറാ. കുളിക്കാം. എന്നാ വാ. ഇപ്പൊ അമ്പാടീനെ കുളിപ്പിച്ചിട്ട് വരാം. അമ്പാടി പൊട്ടാടിയോ? ചായ അപ്പം തരട്ടെ? ചായ കുടിക്കാം. എന്താ ഇതാ ബടിയില്ല. എന്താണ് മഴ കഴിഞ്ഞില്ലേ? ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ ചൂടിന് പുറത്തിറങ്ങുമ്പോ, അല്ലാതല്ല. ചെറിയൊരു മാറ്റം. ശരിക്കും മഴ ചെയ്ത് അവിടെയൊക്കെ വെള്ളം വരുന്നയാ. അല്ല ഒന്ന് നനയാൻ വേണ്ടി. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണേ. അപ്പോൾ ഓക്കെ.